ഏതു റിപ്പോർട്ടർ ചാനലിന് ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ല എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിറ്റെക്സ് ഉടമ സാബു എം ജേക്കബ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ലൈസൻസ് ഉള്ളത് നികേഷ് കുമാറിനും റാണി വർഗീസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്കും അവർക്കാണ് ലൈസൻസ് ഉള്ളത് എന്നും അത് ഇൻഡിഗോ ഏഷ്യൻ ന്യൂസ് എന്ന ചാനലിനാണ് ഈ ഒരു ലൈസൻസ് ഉള്ളത് എന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേന്ദ്രത്തിനോട് രേഖകൾ എന്തൊക്കെയാണ് ലൈസൻസിന് വേണ്ട രേഖകൾ അതെല്ലാം ആ രേഖകളെല്ലാം ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലൈസൻസ് ഇല്ല, അതൊരു ശരിയായ സംഭവമാണോ, എന്താണ് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിദ്യ, ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെ നിരന്തരമായി ഉയരുന്ന ആരോപണങ്ങളുടെ തുടർച്ചയാണ് ഈ കേസും ഹൈക്കോടതിയുടെ ഇടപെടലും എന്ന് തന്നെ വേണം പറയാൻ. അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ ശോഭാ സുരേന്ദ്രനാണ് ആദ്യമായി, എനിക്ക് തോന്നുന്നത്, ഒരു രാഷ്ട്രീയ നേതാവ് പൊതുജന മധ്യത്തിൽ വന്നുകൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതായത് ഇപ്പോഴത്തെ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമൊക്കെ പല തസ്തികകളിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അവർക്ക് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസിന് അവർ അർഹരല്ല, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പവകാശം കേന്ദ്ര നിയമങ്ങൾ പ്രകാരം അവർക്ക് നൽകാൻ കഴിയില്ല. അവർ ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് കയറിക്കൂടിയത്? കാരണം അവർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ട്, പല വിധത്തിലുള്ള ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ അത് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അന്തിമമായി കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയാമെങ്കിലും ഇതിൽ ആത്യന്തികമായിട്ട് ഈ കേസുകൾ നിലനിൽക്കുന്നുണ്ട്, FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, കോടതി നടപടികൾ ഉണ്ടായിട്ടുണ്ട്, ഇവർക്കെതിരെ പോലീസും വനംവകുപ്പും ഒക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വാർത്താ ചാനലിൻ്റെ, അതും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തര വകുപ്പുമൊക്കെ നിരന്തരമായ പരിശോധനകൾ നടത്തി വിലയിരുത്തി മാത്രമേ ഈ രാജ്യത്തൊരു ചാനലിൻ്റെ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. ആർക്കും തോന്നിയ പോലെ ചെന്ന് ലൈസൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, മുമ്പ് മീഡിയ വണ്ണിൻ്റെ പ്രവർത്തനം നിലച്ചു പോയൊരു ഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ മാനേജ്മെൻറ്റിൽ രാജ്യവിരുദ്ധമായ ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സീൽഡ് കവറിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം മീഡിയ വണ്ണിൻ്റെ പ്രവർത്തനം നിർത്തിയിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി മീഡിയ വണ്ണ് പ്രവർത്തനാനുമതിയൊക്കെ നേടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലൊരു ആരോപണമാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ ആദ്യം മുതലേ ഉയർന്നു വരുന്നത്. അതായത് MV നികേഷ് കുമാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലല്ല, മറിച്ച് MV നികേഷ് കുമാർ CPMൻ്റെ സൈബർ നേതാവായിട്ട് മാറി CPMൻ്റെ പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി പോയതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നികേഷിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിന് സംഘം ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ വലിയൊരു തുക നികേഷിന് കൊടുത്തു എന്നും 30 കോടിയിലധികം രൂപ നികേഷിന് കൊടുത്തിട്ടാണ് ഈ ചാനൽ വാങ്ങിച്ചതെന്നും ഒക്കെ അന്നേ കഥകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇടപാട് നടക്കില്ല എന്നല്ല, നടത്താൻ പാടില്ല, അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് നേരത്തെ മുതൽ ആരോപണം ഉയർന്നിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കിറ്റെക്സിൻ്റെ MD ആയിട്ടുള്ള സാബു എം ജേക്കബ് നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയാണ് കിറ്റെക്സ് MD സാബു എം ജേക്കബ് കൊടുത്തത്. കിറ്റെക്സ് MD ഇത്തരത്തിൽ ഒരു ഹർജി കൊടുക്കാനുണ്ടായ സാഹചര്യം, റിപ്പോർട്ടർ ചാനലിൽ നിരന്തരമായി കിറ്റെക്സ് MD സാബു എം ജേക്കബിനെതിരെ നിരവധി വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. കിറ്റെക്സ് MDക്ക് ED നോട്ടീസ് കിട്ടി എന്ന ഒരു വാർത്ത, ED നോട്ടീസ് കിട്ടിയത് കൊണ്ടാണ്, അതിൽ പേടിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബും 2020യും NDAയുടെ ഭാഗമായത് എന്ന് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലായിരുന്നു. അതിനുശേഷം സാബു എം ജേക്കബിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി വാർത്തകൾ റിപ്പോർട്ടർ ചാനൽ നൽകി. അതിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയിൽ പിഴയടച്ചിട്ടുണ്ട് ഈ കിറ്റെക്സ് കമ്പനി, അവർ വലിയ നികുതി വെട്ടിപ്പ് നടത്തി, അങ്ങനെ പല ഓഹരി തട്ടിപ്പ് നടത്തി, അങ്ങനെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്താ രൂപത്തിൽ റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്തിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ ഒരു നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് റിപ്പോർട്ടർ ചാനലിനെ ഏതെങ്കിലും തരത്തിൽ തകർക്കുമോ, റിപ്പോർട്ടർ ചാനൽ പൂട്ടേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഈ നിയമവ്യവഹാരങ്ങൾക്കൊടുവിലേ നമുക്കത് വ്യക്തമായി പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ്
റിപ്പോർട്ടർ ടിവിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് സംപ്രേഷണ ലൈസൻസുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന് പ്രാഥമികമായി ഇതൊരു തിരിച്ചടിയാണെന്ന് പറയാം. കാരണം ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ആൻഡോ അഗസ്റ്റിൻ ഞങ്ങളുടെ MD ആണ്, അഗസ്റ്റിൻ സഹോദരങ്ങൾ മറ്റേ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്നൊക്കെ നാട്ടുകാർ മുഴുവൻ പറയുമ്പോഴും ഞങ്ങളിവിടെ ചാനൽ നടത്താൻ കഴിയുന്ന എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്കുള്ളവരാണ്, ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സിന് കിട്ടിയ ഒരു തിരിച്ചടിയായിട്ട് ഇതിനെ വിലയിരുത്താവുന്നതാണ്. ഇതൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റും ഈ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ആൻഡോ സഹോദരന്മാർ ഈ ഒരു വ്യക്തിക്കെതിരെ സാബു എം ജേക്കബിനെതിരെ ഒരു 250 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൂടി ഇതിൻ്റെ ഒപ്പം ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തെയും വ്യക്തിപരമായും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ അതവിടെ നിൽക്കുകയാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടായി, ഇനി ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ടർ ചാനലിന് അതുമായി മുന്നോട്ട് പോകാനുള്ളൊരു തടസ്സം നേരിടേണ്ടി വരുമോ? ഇതിന് സ്വാഭാവികമായിട്ട് ഈ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ഇവരുടെയൊക്കെ അനുമതി ഉണ്ടെങ്കിലേ ഒരു വാർത്താ ചാനലിൻ്റെ ലൈസൻസ് കിട്ടൂ. ആ വാർത്താ ചാനലിൻ്റെ ലൈസൻസ് നിലവിലെ ഇന്ത്യയിലെ നിയമങ്ങൾ പ്രകാരം മറ്റൊരാൾക്ക് പൂർണ്ണമായി സറണ്ടർ ചെയ്യാൻ കഴിയുമോ, മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ആൻഡോ അഗസ്റ്റിന് വിറ്റതാണോ, അതോ താൽക്കാലികമായി വാടകയ്ക്ക് കൊടുത്തതാണോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ആഭ്യന്തര കരാറുകളുണ്ടോ? അതായത് റിപ്പോർട്ടർ MD നികേഷ് കുമാർ അല്ലെങ്കിൽ അതിന് ഉടമയായിട്ടുള്ള നികേഷ് കുമാറും റാണി നികേഷും ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ ഉടമസ്ഥയിലുള്ള ചാനൽ ലീസിനെടുക്കുക, അതായത് നടത്തിപ്പവകാശം മാത്രം കൊടുക്കുകയും ലൈസൻസ് നികേഷിൻ്റെ പേരിൽ നിലനിർത്തിയതാണോ, അതോ വാടകയ്ക്കെടുത്ത് പ്രതിമാസ വാടകയ്ക്ക് നികേഷ് കുമാറിൽ നിന്ന് ഈ ചാനൽ വാങ്ങിച്ച ഒന്നും അറിയില്ല. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു, കിറ്റെക്സ് MD സാബു എം ജേക്കബ് ആരോപിച്ചു, പല നേതാക്കളും പല രാഷ്ട്രീയ പാർട്ടികളും റിപ്പോർട്ടറിനെതിരെ പല ഘട്ടങ്ങളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി തന്നെ ശക്തമായിട്ട് റിപ്പോർട്ടറിനെതിരെ രംഗത്ത് വരികയും ചാനൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ നികേഷ് കുമാറിൻ്റെയോ അല്ലെങ്കിൽ റാണി വർഗീസിൻ്റെയോ പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ചാനലിനാണ് ഈ ലൈസൻസ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. അത് ശരിയാണ്. കാരണം ആ ചാനൽ 2010 ആരംഭിക്കുമ്പോൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ലൈസൻസ് കൊടുത്തിരിക്കുന്നത് MV നികേഷ് കുമാറിന് തന്നെയാണ്. റാണി നികേഷ് ഉണ്ടായിരുന്നു. അതിന് കൂടെ 2 പ്രമുഖ വ്യവസായികളും ഈ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരായിട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഉടമകളാണ് എന്ന തരത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരെ നികേഷ് കുമാർ കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്, ഉടമസ്ഥാവകാശം നൽകാമെന്ന് പറഞ്ഞ് പണം വാക്കി കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ മുമ്പ് ഇവർക്കെതിരെ ഈ പറയുന്ന നികേഷ് കുമാറിനെതിരെ കോടതി നടപടികളിലേക്ക് പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ലൈസൻസ് എന്ന് പറയുന്നത് നികേഷ് കുമാറിൻ്റെ പേരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, അത്തരത്തിൽ ഈ ഒരു ലൈസൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ലീസിന് നൽകുകയോ ഒക്കെ ചെയ്തതാണ് എങ്കിൽ ഒരു ചാനലിൻ്റെ പേര് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ പേരിലുള്ള ലൈസൻസ് മറ്റൊരാൾക്ക് പകരം ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ആ ചാനലിൻ്റെ പേര് മാറ്റാനുള്ള ഒരു റൈറ്റ് അങ്ങനെ നിലവിലുണ്ടോ? മാറ്റുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ലോഗോ മാറ്റുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടില്ല, അതിൻ്റെ ചാനലിൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചാനലിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ടില്ല, ഹെഡ് ഓഫീസ് മാറ്റിയിട്ടില്ല, അതിൻ്റെ ഓഫീസുകൾ മാറ്റിയിട്ടില്ല, അതായത് പ്രധാനപ്പെട്ട ഈ രജിസ്റ്റേർഡ് ഓഫീസ് അടക്കം ഒന്നും മാറ്റിയിട്ടില്ല. HMT റോഡിൽ HMT കോളനിയിലുള്ള അവരുടെ പഴയ റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ ആസ്ഥാനം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം, ഈ MV നികേഷ് കുമാറും റാണി വർഗീസും ഡയറക്ടർമാരായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ എന്ന കമ്പനിക്കാണ് യഥാർത്ഥത്തിൽ ഈ ലൈസൻസ് ഉള്ളത്. രാജ്യത്തെ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെ അപ്ലിങ്ക് ഡൗൺലിങ്കിങ് ചട്ടങ്ങൾ ലംഘിച്ചാണ് ചാനലിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥത, അതിൻ്റെ പ്രവർത്തനം എന്നാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നടപടികളെ മറികടക്കാൻ അഗസ്റ്റിൻ സഹോദരന്മാർ വളഞ്ഞ വഴി സ്വീകരിച്ചുവെന്നും KJ ജോസ് എന്ന് പറയുന്ന ഒരാളെ മാനേജിംഗ് ഡയറക്ടറാക്കി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രൂപീകരിച്ചത് 2022 ബ്രോഡ്കാസ്റ്റ് മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD KJ ജോസ്, ഡയറക്ടർ മെൽബി ജോസ്, മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ, ചെയർമാൻ റോജി അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസൂട്ടി അഗസ്റ്റിൻ തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നിവർക്കെതിരെ ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നികേഷ് കുമാറും റാണി വർഗീസും ഈ ഹർജിയിൽ പ്രതിഭാഗത്തുണ്ട്. അപ്പോൾ അതായത് ഇവർ ഈ കമ്പനി റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ അതിൻ്റെ ഉടമ ആൻഡോ അഗസ്റ്റിനാണ്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിനാണ് എന്ന് പറയുമ്പോൾ അത് ഒരു തട്ടിപ്പ് രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു കമ്പനിയിലേക്ക് വ്യവസ്ഥാപിതമായ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കുറുക്കു വഴികളിലൂടെ അധികാര കൈമാറ്റം നടത്തി സാങ്കേതികമായി അതിൻ്റെ ഉടമകളായി അവരിയ്ക്കുകയാണ് എന്നുള്ളതാണ് ഇവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ആരോപണം. അത് ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ അത് ശിക്ഷാ നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചാനലിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടാകും, ചാനൽ അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യമുണ്ടാകും. ഇതെല്ലാം സത്യമാണെന്ന് തെളിയണം. അതായത് ഈ നിയമ പോരാട്ടത്തിൽ സാബു എം ജേക്കബ് തെളിവുകൾ ഹാജരാക്കുകയും കേന്ദ്ര സർക്കാരിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്ത് ഇവർ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട്. എം വി നികേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് ഈ ചാനൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൻഡോ അഗസ്റ്റിനും മറ്റുള്ളവരും ചില ദുരൂഹമായ ഇടപാടുകൾ, വളഞ്ഞ വഴികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അടച്ചു പൂട്ടേണ്ടി തന്നെ വരും. കാരണം അതിന് മുമ്പായിട്ട് നമുക്ക് ഉദാഹരണമുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരം ചാനലുകൾക്കെതിരെ, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചാനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ വൺ അടച്ചുപൂട്ടിയത്, നമ്മൾ അടച്ചുപൂട്ടുകയെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടാണെങ്കിലും മീഡിയ വൺ പൂട്ടിയത് അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. അതിനു മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് 2 ദിവസം കേന്ദ്ര സർക്കാർ ബാൻ കൊടുത്തിരുന്നു. ദേശീയ തലത്തിലൊക്കെ പല ചാനലുകൾക്കെതിരെയും കർശന നടപടികൾ പല വിഷയങ്ങളിലും ഈ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയൊക്കെ കബളിപ്പിച്ചു എന്ന നിലയിലാണ് ഈ ഹർജി പോയിരിക്കുന്നത്. അപ്പോൾ അത് സത്യമാണ് എന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ പൂട്ടിക്കെട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ വന്നാൽ, നമുക്കറിയാം ഈ മരമുറിയുമായി ബന്ധപ്പെട്ട കേസോ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കേസോ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട കേസൊക്കെ, ആ ഒരു കേസെന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ ശക്തമായിട്ട് അതിനെതിരെ പ്രതിരോധിച്ചിരുന്നു, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഇവർക്കെതിരെ, ആൻഡോ അഗസ്റ്റിനെതിരെയൊക്കെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത്, റിപ്പോർട്ടർ ചാനലിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഒരു വൈകുന്നേരം ഏതാണ്ട് 1 മണിക്കൂറോളം ആൻഡോ അഗസ്റ്റിനും ശോഭാ സുരേന്ദ്രന് ശക്തമായ മറുപടിയും വെല്ലുവിളിയും ഒക്കെ ആയിട്ട് സമയം ചെലവഴിച്ചിരുന്നു. ഇപ്പോൾ കിറ്റെക്സ് വിഷയത്തിൽ സാബു എം ജേക്കബിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു റിപ്പോർട്ടർ ചാനൽ. മാനനഷ്ട കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കോടതി തന്നെ ഇടപെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ടർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക? ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾക്ക് മറുപടി ഉണ്ടോ? ഇതിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും ജനങ്ങളോട് വിശദീകരിക്കാൻ റിപ്പോർട്ടർ ചാനലിന് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അവരതിന് സന്നദ്ധമാവുമോ എന്നതനുസരിച്ചിരിക്കും ഈ വിഷയത്തിൻ്റെ മെറിറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ടർ TV ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇതിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ അവർ നടത്തിയിട്ടില്ല. അവരെന്താണ് പ്രതികരിക്കുന്നത്, അവരുടെ ന്യായഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നവർ കോടതിയിൽ ബോധിപ്പിക്കുമായിരിക്കും. പക്ഷേ പറയാനുള്ളത്, ഒരു പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, റേറ്റിംഗിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മാധ്യമം, അല്ലെങ്കിൽ അത്രയധികം വ്യൂവേഴ്സ് ഉള്ള ഒരു മാധ്യമം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളോട് അതിന് ഉത്തരം പറയാൻ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ റിപ്പോർട്ടർ കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറയാനുള്ളത്.